ഉദ്യോഗസ്ഥ വൃന്ദം അവരാണല്ലോ രാജ്യം ഭരിക്കേണ്ടത്. അതാണ് റിയൽ എക്സിക്യൂട്ടീവ്, യഥാർത്ഥ ഭരണാധികാരികൾ, പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്നും പറയും. രാജ്യത്തെ സിവിൽ സർവീസ് അഥവാ ബ്യൂറോക്രസി വളരെ പരിണിതപ്രജ്ഞരായ ആൾക്കാരാണ്. ഒരു വലിയ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന സെലക്ഷൻ പ്രോസസ്സിലൂടെ മത്സര പരീക്ഷ എഴുതി കഠിനമായ പ്രയത്നത്തിലൂടെ എത്തിപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കെ കേന്ദ്ര സിവിൽ സർവീസിൽ UPSC പരീക്ഷ എഴുതി ജയിച്ച ഏറെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കെ, അതിൽ സീനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കെ, ഉന്നതമായ ചില തസ്തികകളിൽ ലാറ്ററൽ എൻട്രി, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ സൈഡ്, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡാണ്, വശങ്ങളിൽ കൂടിയുള്ള, പാർശ്വങ്ങളിൽ കൂടിയുള്ള നിയമനം. അത് രാഷ്ട്രീയ നിയമനമാണ്. അല്ല എങ്കിൽ പിൻവാതിൽ നിയമനം എന്ന് വേണമെങ്കിലും പറയാം. അത് ചിലപ്പോൾ സ്വല്പം ക്രൂരമാണ്. അങ്ങനെ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ മാറ്റിയിരിക്കുന്നു. അതേക്കുറിച്ചാണ് ഇവിടെ ചർച്ച. എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം? ലാറ്ററൽ എൻട്രി ഇൻ ടു സിവിൽ സർവീസ് എക്കാലത്ത് നടന്നിട്ടുണ്ട്. മത്സര പരീക്ഷ എഴുതി ജയിച്ചവരെ നിലനിൽക്കെ തന്നെ നെഹ്റുവിൻ്റെ കാലത്തും അതിനുശേഷമുള്ള ഗവൺമെൻറ് കാലത്തും ഏതാനും, അത് ഒരു 2 കൈയിലെ വിരലുകൾ എണ്ണാവുന്ന അതിൽ താഴെ മാത്രം നിയമനങ്ങളാണ് ഓരോ ഭരണകൂടത്തിൻ്റെ കാലത്തും നടന്നിട്ടുള്ളത്. തന്ത്രപ്രധാനമായ തസ്തികകൾ, അത് ധനകാര്യ മന്ത്രാലയമാകാം, ഈ KPP നമ്പ്യാരെ കൊണ്ടുവന്ന കെൽട്രോണിൻ്റെ, അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ കൊണ്ടുവന്നത് നമ്മൾ ഓർക്കണം, മോൺടേക് സിംഗ് അലുവാലിയെ കൊണ്ടുവന്ന ഒരു കാര്യം. ഇവരൊക്കെ സിവിൽ സർവീസിന് പുറത്തു നിന്ന് സിവിൽ സർവീസിൻ്റെ ഉന്നത തസ്തികകളിലേക്ക് എത്തിയതാണ്. അത് UPSC വഴിയല്ല, മറിച്ച് രാഷ്ട്രീയ നേതൃത്വം പ്രത്യേക താല്പര്യമെടുത്ത് കൊണ്ടുവന്നവരാണ്. പക്ഷെ ഇപ്പോഴിതാ മോദി സർക്കാരിൻ്റെ, 3ാം മോദി സർക്കാരിൻ്റെ സമയത്ത് 45 തസ്തികകളിലേക്ക് UPSCയെ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ അയച്ചിരിക്കുന്നു. 45 പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് മന്ത്രാലയങ്ങൾ, അതിൽ 24ഓളം മന്ത്രാലയങ്ങളിലെ 45 തസ്തികകൾ. അത് ജോയിന്റ് സെക്രട്ടറി തലം, ഡെപ്യൂട്ടി സെക്രട്ടറി തലം, അതുപോലെ ഡയറക്ടർ തലം. ഇത് സാമാന്യ ഉന്നതമായ തലമാണ്. ഏറ്റവും ഉന്നത തലം സെക്രട്ടറി തലമാണ്. അതിൽ താഴെയുള്ള തലമാണ്, പക്ഷേ ഒരു മധ്യനിരയിലേക്കാൾ മുകളിൽ നിൽക്കുന്ന തലമാണ്. അവിടേക്ക് അനുഭവ സമ്പത്തുള്ള, പരിചയമുള്ള, പ്രത്യേക മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള നീക്കം. പ്രഥമദൃഷ്ട്യാ അതിൽ തെറ്റൊന്നും പറയാനില്ല. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചുമതല വഹിച്ചു പരിചയമുള്ളവർ, അല്ലെങ്കിൽ സ്വകാര്യ മൾട്ടിനാഷണൽ കമ്പനികൾ, അല്ലെങ്കിൽ IMF പോലെയുള്ള അന്താരാഷ്ട്ര സമിതികളിൽ അംഗമായിരുന്ന പരിണിതപ്രജ്ഞരെ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ്. അവരുടെ എക്സ്പെർട്ടീസ് സെക്രട്ടറി തലയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഡെപ്യൂട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി, ഡയറക്ടർ തസ്തികകളിൽ അവരുടെ പരിചയം ഉപയോഗിക്കുന്നത് വഴി ഗവൺമെന്റിന് കുറച്ചുകൂടി ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും. ഒരുപക്ഷെ സാങ്കേതിക വിദഗ്ധര് ഉണ്ടാകണമെന്നില്ല സിവിൽ സർവീസിൽ, അങ്ങനെ ഉണ്ടാകാം. നമുക്കറിയാം, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, CA, മറ്റ് പ്രൊഫഷണലുകൾ, ഇവരൊക്കെ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ജയിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ആ മേഖലയിൽ അല്ലല്ലോ അവർ പ്രവർത്തിക്കുന്നത്. അവർ മറ്റ് ചില ജില്ലാ കളക്ടറായിട്ടും പോലീസ് മേധാവിയായിട്ടും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആ ഒരു സാങ്കേതിക പരിജ്ഞാനം ഒരുപക്ഷെ അവർ പഠിച്ച കാലത്തേത് കൈമോശം വന്നു പോകാം. അതുകൊണ്ടാണ് പുറത്തു നിന്നും എക്സ്പേർട്സിനെ കൊണ്ടുവരണം എന്ന ചിന്ത ഉണ്ടാകുന്നത്. അതിപ്പോഴുണ്ടായ ചിന്തയല്ല. കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ സമയത്ത് 2018 ഏതാനും തസ്തികകളിൽ അങ്ങനെയുള്ള നിയമനങ്ങൾ യഥാർത്ഥത്തിൽ നടന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു നോട്ടായി, ഒരു പരസ്യമായി തസ്തികകളിലേക്ക് ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത്. അത് ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി, UPSC ഘടനയുടെ ഭാഗമായി അത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പുരികങ്ങളാണ് ചുളിയുന്നത്. ഇവിടെയുള്ള കാര്യം നോക്കൂ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ സാങ്കേതികമായി എന്തുകൊണ്ടാണ് ഇതിനൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്? അതിൻ്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. സാങ്കേതികമായുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കെയിലാണ്. 45 പേർ, 2-3 എക്സ്പേർട്സിനെ കൊണ്ടുവന്നാൽ ആരും സംശയിക്കില്ല, അതിനൊരു ന്യായം കണ്ടെത്തുകയും ചെയ്യാം. ഇത് ഒറ്റയടിക്ക് 45 പേരാണ്. അപ്പം അവർ വരുമ്പോൾ സർവീസിൽ താഴേക്കടയിൽ നിന്നും മുകളിലോട്ട് പടിപടിയായി ഹയറാർക്കിക്കലായി ഉയർന്നു വരാൻ വെമ്പുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയുടെ മുകളിൽ പുറത്തു നിന്നുള്ളവരെ, സിവിൽ സർവീസിന് പുറത്തു നിന്നുള്ള എക്സ്പേർട്സിനെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ അനൗചിത്യം അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള കാര്യം. അത് മാത്രമല്ല, അതിൻ്റെ പിന്നിലെ ചില ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ
ആ ഉദ്ദേശങ്ങളിൽ പ്രധാനമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തേജസ്വി യാദവും മായാവതിയും എല്ലാം ചൂണ്ടിക്കാട്ടുന്ന പ്രധാന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇത് സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. സിവിൽ സർവീസിൽ നിന്നും മുകളിലേക്ക് വരികയാണെങ്കിൽ, ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ സിവിൽ സർവീസ് സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണല്ലോ സിവിൽ സർവീസിലെ നിയമനങ്ങൾ നടക്കുന്ന. IAS ആണെങ്കിലും IFS ആണെങ്കിലും IPS ആണെങ്കിലും സിവിൽ സർവീസ് പരീക്ഷയിലെടുക്കുന്ന ആകമാന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ന്യായമായ SC ST OBC സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ സംവരണ തത്വങ്ങൾ ബാധകമല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെ തലപ്പത്തോ ബഹുരാഷ്ട്ര കുത്തകളുടെ തലപ്പത്തോ ഒക്കെ വരുന്ന മിക്ക ആളുകളും, മിക്കവാറും തന്നെ ഏതാണ്ട് എല്ലാവരും തന്നെ മുന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാകാനാണ് സാധ്യത. ദളിത് പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവർ അത്യപൂർവമായിട്ട് മാത്രമാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ സിവിൽ സർവീസിൻ്റെ ആ ഒരു ന്യായമായ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഘടന അത് അട്ടിമറിക്കപ്പെടുന്നു എന്ന ഒരു ചിന്തയുണ്ട്. അത് ഏറ്റവും ഉച്ചത്തിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തത്, രാഹുൽ ഗാന്ധിയേക്കാൾ ഉച്ചത്തിൽ ഒരുപക്ഷെ ആർട്ടിക്കുലേറ്റ് ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സഖ്യ കക്ഷിയായ ഒരാളാണ് ചിരാഗ് പാസ്വാൻ. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 5 MP ലോക്സഭയിൽ. പക്ഷെ ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി, അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ബേസ്, ബീഹാറിലെ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ബേസ് അത് നിലനിർത്തണമെങ്കിൽ അതൊരു ജാതി പാർട്ടി കൂടിയാണ്, ദളിത് വിഭാഗത്തിന്. അതാണല്ലോ രാംവിലാസ് പാസ്വാൻ ഒരു വലിയ ദളിത് നേതാവായിരുന്നല്ലോ ബീഹാറിലെ. അങ്ങനെ ബീഹാർ രാഷ്ട്രീയത്തിൽ സാന്നിധ്യം അറിയിക്കണമെങ്കിലും തുടരണമെങ്കിലും ചിരാഗ് പാസ്വാനെ വേറിട്ട് ചിന്തിച്ചെങ്കിലേ പറ്റൂ. അത് അദ്ദേഹം സ്വല്പം ഉറക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അതോടൊപ്പം തന്നെ ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്ന് അവർ പ്രതിപക്ഷമാണ്, അവർ സ്വാഭാവികമായി പ്രതിഷേധം ഉയർത്തും. അത് മാത്രമല്ല ജനതാദൾ യുണൈറ്റഡിനെ പ്രതികരിക്കാതിരിക്കാനാവില്ല. അതും സോഷ്യൽ ജസ്റ്റിസ് അടിത്തറയിൽ, സാമൂഹിക നീതിയുടെ അടിത്തറയിൽ, അതായത് സംവരണം ഉൾപ്പെടെയുള്ള സാമൂഹിക നീതിയുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത രാഷ്ട്രീയമാണ് നിതീഷ് കുമാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ JDUവിൻ്റെയും. അങ്ങനെ BJPയെ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളുടെ ഉൾപ്പെടെ അപ്രീതിക്ക് പാത്രമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന ഒരു യാഥാർത്ഥ്യം, എന്നൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഒരു ഉത്തരവിലൂടെ ജിതേന്ദ്ര സിംഗ് എന്ന പേഴ്സണൽ മന്ത്രാലയത്തിന്റെ വകുപ്പ് ഉള്ള മന്ത്രി അത് ഒരു സർക്കിളിലൂടെ അത് പിൻവലിച്ചിരിക്കുന്നു. ആ പിൻവലിച്ചതിന്റെ കാരണമായി പറയുന്നത് ശ്രീ നരേന്ദ്രമോദിക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ന്യൂനപക്ഷങ്ങളോടും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടുള്ള പ്രത്യേക താല്പര്യവും അഭിനിവേശവും എല്ലാം കാരണം സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇതൊരുപക്ഷെ ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ട് അത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഇത് പിൻവലിച്ചു എന്ന് അർത്ഥമാക്കുന്നില്ല, തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഈ വിജ്ഞാപനം റദ്ദ് ചെയ്തിരിക്കുന്നു. UPSCയോട് പറഞ്ഞിരിക്കുന്നു ഈ വിജ്ഞാപനം റദ്ദ് ചെയ്യൂ. അവർ റദ്ദ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് മറ്റൊരു രൂപത്തിൽ ഒരുപക്ഷെ വീണ്ടും വരാം. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അവതരിക്കാം. അത് കാരണം എന്താ? ഇത് ഒരു സംവരണമാണല്ലോ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. അല്ലാതെ സംവരണം അല്ലാതെ ഉള്ള കാതലായ മറ്റു വിഷയങ്ങൾ ഒരുപക്ഷെ ഈ സംവരണത്തിൻ്റെ കുത്തൊഴുക്കിൽ തമസ്കരിക്കപ്പെട്ടു. അതുകൊണ്ട് സംവരണ തത്വങ്ങൾ കൂടി പാലിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇതേ മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ 1-2 വർഷം കഴിയുമ്പോൾ ഈ ഒരു സംഘർഷം, ഈ വിവാദം തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കൊണ്ടുവന്നാൽ ഞാൻ അത്ഭുതപ്പെടില്ല. പ്രതിപക്ഷം പറയുന്നത് ഇത് രാഷ്ട്രീയ നിയമനങ്ങളാണ്. RSSന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി നാഗ്പൂരിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കുന്ന പേരുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കന്നായ സ്ഥാനങ്ങളിൽ, തക്കോ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ഭരണകൂടത്തിന് തങ്ങളുടെ ഇച്ഛാശക്തി അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ആളുകളിലൂടെ സാധിക്കും. സാധാരണ സിവിൽ സർവീസിന്റെ പല ഘട്ടങ്ങൾ കടന്നെത്തുന്നവർ ഒരുപക്ഷെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ആ രീതിയിൽ ബഹുമാനിച്ചെന്നോ ആദരിച്ചെന്നോ അവരുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ കൂട്ടുനിന്നോ എന്ന് വരില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഉന്നത ഭരണാധികാരികളുടെ രാഷ്ട്രീയ മേലാളികളുടെ അനുസരിച്ച് പോകാൻ ബാധ്യസ്ഥരാണ്. അവരങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയൊക്കെ ഭംഗ്യാന്തരേണ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നോക്കുക, സിവിൽ സർവീസിന്റെ ഭാഗമല്ലെങ്കിൽ പോലും സെബിയുടെ ഡയറക്ടറായി, സെബിയുടെ ചെയർപേഴ്സണായി മാധവി പുരി ബുച്ച് അദ്ദേഹത്തെ നിയമിച്ചത് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നും വന്ന ആളാണ്. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പരിചയമല്ല അദ്ദേഹത്തിനുള്ളത്, മറ്റു പരിചയങ്ങളാണ്. അവരെ കൊണ്ടുവന്ന് അവരൊരു വിവാദത്തിൻ്റെ ഈ കേന്ദ്രബിന്ദുവായി മാറുന്ന കാഴ്ച ഉൾപ്പെടെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്ന എന്താണ്? ഒരു ഭിന്ന താല്പര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. നോക്കൂ,
ഒരുപക്ഷെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത ഒരാളെ BSNL പോലെയുള്ള ഒരു തന്ത്രപ്രധാനമായ സ്ഥാനത്ത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണമുള്ള ഏതെങ്കിലും വകുപ്പിൽ നിയമിച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സ് അവിടെയായിരിക്കും, ഒരുപക്ഷെ സ്വകാര്യ മേഖലയിൽ ആയിരിക്കും. അദ്ദേഹത്തിന് ഏതാനും 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 3 വർഷത്തേക്കാണ് താൽക്കാലിക നിയമനമാണ്. അത് വേണമെങ്കിൽ 2 വർഷത്തേക്ക് കൂടെ പുതുക്കാം. അങ്ങനെ 5 വർഷം, ഒരുപക്ഷെ അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. എന്നാൽ അതെല്ലാം വിരമിച്ചതിന് ശേഷം നോക്കൂ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഗവൺമെന്റിന്റെ കീ പൊസിഷൻസിൽ വരുന്ന ആളുകളുടെ സിംഹഭാഗവും വിരമിച്ചതിന് ശേഷം സ്വകാര്യ കമ്പനികളിലും പ്രൈവറ്റ് സെക്ടറിലും വിവിധ ജോലികൾ ഏർപ്പെടുന്നത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ ഒരുപക്ഷെ മനസ്സ് അവിടെ, അതായത് കൂർ അവിടെയും ചോർ ഇവിടെയും എന്ന രീതിയിൽ അവരുടെ ഒരു ലോയൽറ്റി സ്പ്ലിറ്റ് ചെയ്തു പോയാൽ നഷ്ടം ഭാരത സർക്കാരിനും അതുവഴി ജനങ്ങൾക്കുമായിരിക്കും. അതുകൊണ്ട് അനാരോഗ്യപരമായ ലാറ്ററൽ, അത് സൈഡിൽ കൂടിയാകട്ടെ പിൻവാതിലൂടെയാകട്ടെ ഉള്ള എൻട്രി ഒരുപക്ഷെ അഭിലഷണീയമായ ഒരു കാര്യമല്ല. അത് മാത്രമല്ല, സിവിൽ സർവീസിന്റെ UPSCയുടെ വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും എല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായി ഇത് മാറും. അത് പിൻവലിക്കാൻ ഇടയായത് ഒരുപക്ഷെ ലോക്സഭയിൽ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അനുസരിച്ച് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് BJP സർക്കാർ മുന്നോട്ട്, അല്ലെ NDA സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി 2018 ചെയ്തപ്പോൾ അവർക്കത് പുഷ് ചെയ്യാൻ പറ്റി, അവർക്ക് നിയമനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റി, നിയമനങ്ങൾ നടന്നു. പക്ഷെ അത് വിവാദമാകാതെ അത് പോയി. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. ഭരണപക്ഷത്ത് തന്നെ ചെറിയ കക്ഷികൾ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഈ ഗവൺമെന്റ് 2014 മോദി 3 ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഏതാനും കാര്യങ്ങളിൽ ഗവൺമെന്റ് പിന്നോക്കം പോകേണ്ടി വന്നു. കഴിഞ്ഞ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിലെ തന്നെ ചില പ്രൊവിഷൻസിൽ മാറ്റം വരുത്തേണ്ടി വന്നു. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, മൂലധന വർധന നികുതി, ഇൻഡെക്സേഷനുമായി ബന്ധപ്പെട്ട് അത് പുനഃക്രമീകരിക്കേണ്ടി വന്നു. അത് പ്രതിപക്ഷത്തു നിന്നും പൊതുവെ മധ്യവർഗത്തിൽ നിന്നുമുള്ള കനത്ത പ്രതിഷേധം കാരണം അതിൽ ഒരു മാറ്റം വരുത്തേണ്ടി വന്നു. അത് മാത്രമല്ല, നമുക്കറിയാം അടുത്ത സമയത്ത് വഖഫ് ബില്ല് ജോയിന്റ് കമ്മിറ്റിക്ക് വേണ്ടി JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ 2 ഗവൺമെന്റുകൾ, മോദി 1 ആൻഡ് മോദി 2 ഗവൺമെന്റിന്റെ കാലത്തെ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇച്ഛാനുസരണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ ഗവൺമെന്റിനില്ല എന്ന് ഒരിക്കൽ കൂടി വെളിവാക്കുന്ന സംഭവമാണ് ഈ കാര്യം പിൻവലിക്കൽ. പാർശ്വ എൻട്രി, ലാറ്ററൽ എൻട്രി എന്ന നിർദ്ദേശം പിൻവലിക്കുന്നതിലേക്ക് എത്തി നിന്നത് ഭൂരിപക്ഷത്തിന്റെ കുറവാണ് എന്നത് നിസ്സംശയം പറയാം.